ഇനി ഇടുക്കിയിലേക്കാണ്. അവിടെ വനം വകുപ്പ് പിടിച്ചെടുത്ത ആദിവാസി യുവാവിന്റെ JCB വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ ചർച്ചയിലും തീരുമാനമായിട്ടില്ല. സർക്കാരിലേക്ക് വണ്ടി കണ്ടുകെട്ടുമെന്നും അജീഷിനെ കോടതിയെ സമീപിച്ച JCB വീണ്ടെടുക്കാമെന്നും മൂന്നാർ DFO പറഞ്ഞു. വനം വകുപ്പിന്റെ നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. JCB വിട്ടുകിട്ടുമെന്നുള്ള ഉറപ്പിലാണ് ആത്മഹത്യാശ്രമം ഉപേക്ഷിച്ചതെന്നും എന്നാൽ ചർച്ചയിൽ ഉറപ്പുകളൊന്നും ലഭിച്ചില്ല എന്നും JCB ഉടമ അജീഷ് പ്രതികരിച്ചു. ഇതിൽ ആ ഒരു 61 പ്രകാരമുള്ള ഒരു നടപടിക്രമം പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. അത് ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിച്ച് ഈ വിഷയം സംബന്ധിച്ച വനം വകുപ്പിന് ഭാഗത്തു നിന്നുള്ള ആ ഓർഡർ ഇറക്കും. ഒരാഴ്ചയ്ക്കകം അത്രേ ഉള്ളൂ. അല്ലല്ല, കണ്ടുകിട്ടുന്നതല്ല. അതൊരു പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമമാണ്. അത് പരിശോധിച്ച് അതിലൊരു അന്തിമ ഉത്തരവ് ഇറക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു. അത് ചെയ്യും ഒരാഴ്ചയ്ക്കകം. അല്ല, ഇത് കോമ്പൗണ്ട് ചെയ്യേണ്ട കേസല്ലല്ലോ. ഇത് അങ്ങനത്തെ കേസല്ല. ഇത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമം പൂർത്തീകരിക്കാനുണ്ട്. അത് ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കും. അത്രേ ഉള്ളൂ. ഒന്നുമില്ല, ഇതൊരു ഫൈനൽ ഓർഡർ ഇഷ്യൂ ആണ്. അതിൽ നിലവിലുള്ള 61A പ്രകാരമുള്ള നടപടിക്രമം നേരത്തെ ഒക്കെ നോട്ടീസ് കൊടുക്കുകയും അത് ഹിയറിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചൊരു അന്തിമ ഉത്തരവ് ഇറക്കും. അത്ര ഒരാഴ്ചയ്ക്കുള്ളിൽ 61A അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. വണ്ടി വിട്ടു തന്നേക്കുന്നത്. അതിൻ്റെ അത് ബോണ്ട് കെട്ടണോ ബോണ്ട് കെട്ടണ്ടയോ, എനിക്ക് ഈ വണ്ടി പണിതിറക്കാനുള്ള പൈസയോ ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങളോ ഇതൊന്നും വേണ്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഇതിൻ്റെ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ചർച്ച വിജയമാണെന്ന് തോന്നുന്നു. ഇല്ല, ഒട്ടുമില്ല. രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, അപ്പോൾ 500 രൂപ ഒരു പിഴയടച്ച് തീരേണ്ട ഒരു കേസിലാണ് ഈ വർഷങ്ങളായി ഇദ്ദേഹത്തിൻ്റെ ഈ JCB ഇങ്ങനെ പിടിച്ച് കാട് മൂടി നശിച്ച് പോകുന്നൊരു അവസ്ഥയിലേക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ പട്ടിണിയിലാണ്. മാസം ഒരു വലിയ തുക ഈ JCBക്ക് വേണ്ടി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അതിന് കൂലിപ്പണിക്ക് പോലും പോവുകയാണ്. അപ്പോൾ മന്ത്രി ഷിബു ബേബി ജോണിൻ്റെ ഒരു ഇടപെടലൊക്കെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നത്തെ ചർച്ചയിലൂടെ ഒരു തീരുമാനമാകുമെന്ന് നമ്മളും രാവിലെ മുതൽ കരുതിയതാണ്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? എന്താണെങ്കിലും അജീഷ് ഇപ്പോൾ പറയുന്നത് പ്രതീക്ഷകളെല്ലാം ഏറെക്കുറെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന് തീരെ ആത്മവിശ്വാസമില്ല ഇപ്പോൾ. ഷിഹാസ്, മൂന്നാർ DFOയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് നഗരമ്പാറ ഫോറസ്റ്റ് ഓഫീസിൽ ചർച്ച നടത്തിയത്. ഇന്നത്തെ ചർച്ച പൂർണ്ണ പരാജയമാണ് എന്നത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വനംവകുപ്പ് പറയുന്നത് 2021 ഈ വാഹനം വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ വാഹനം കസ്റ്റഡിയിലെടുത്തതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. 61A പ്രകാരമുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് മൂന്നാർ DFO പറഞ്ഞത്. അതിനർത്ഥം ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഈ വാഹനം കണ്ടുകെട്ടും. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വാഹനം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയ ശേഷം ഈ അജീഷിന് തന്നെ വാഹനം തിരികെ നൽകാൻ സാധിക്കും. ആ വാഹനം തിരികെ നൽകുമ്പോൾ നേരത്തെ നിശ്ചയിച്ചിരുന്ന ഈ വാഹനത്തിന്റെ തുക, അതായത് സർക്കാർ നിശ്ചയിച്ചിരുന്ന തുക 18 ലക്ഷം രൂപയാണ്. ആ 18 ലക്ഷം രൂപ സർക്കാരിലേക്ക് അടച്ച ശേഷമാണോ ഈ വാഹനം തിരിച്ചു നൽകുക, അതോ മറ്റ് നടപടിക്രമങ്ങൾ പ്രകാരം DFOയുടെ നിർദ്ദേശപ്രകാരം ഈ വാഹനം അല്ലാതെ വിട്ടു നൽകുകയാണോ എന്നതിലാണ് ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നത്. മൂന്നാർ DFO സംസാരിച്ചതിൽ നിന്നും കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഒന്നെങ്കിൽ കണ്ടുകെട്ടിയ ശേഷം, അതായത് ഈ ഫൈൻ ഈടാക്കിയ ശേഷം വാഹനം വിട്ടു നൽകാം, അല്ലെങ്കിൽ അല്ലാതെ നടപടികൾ പൂർത്തിയാക്കി വാഹനം വിട്ടു നൽകാം. അതെന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമാണ് അതിലൊരു വ്യക്തത വരികയുള്ളൂ. അജീഷ് പറയുന്ന കാര്യം, അന്ന് ഈ ആത്മഹത്യാ ശ്രമം നടത്തിയപ്പോൾ വാഹനം ഒരാഴ്ചക്കുള്ളിൽ വിട്ടു നൽകാം, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മറ്റ് നിബന്ധനകളില്ലാതെ വാഹനം വിട്ടു നൽകാം എന്നായിരുന്നു പറഞ്ഞത്. അത് വനം വകുപ്പ് പാലിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വനം വകുപ്പ് മന്ത്രി അന്ന് ഇടപെട്ടുവെങ്കിലും കാര്യമായിട്ടുള്ള പുരോഗതി ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇന്നത്തെ ചർച്ചയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ വാഹനം കണ്ടുകെട്ടുകയാണെങ്കിൽ വീണ്ടും കോടതിയെ സമീപിച്ച ശേഷം വേണം ഈ അജീഷിന്റെ ഈ വാഹനം സ്വന്തമാക്കാൻ. അങ്ങനെ നിയമക്കുരുക്കിലേക്ക് വീണ്ടും കാര്യങ്ങൾ പോകുന്നു എന്നാണ് ചുരുക്കി പറയേണ്ടത്. എന്തായാലും ഈ വാഹനം അജീഷിന്റെ കയ്യിലെത്താൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. അതിനിപ്പോൾ ഒരാഴ്ച എന്ന് പറഞ്ഞാലും ആ ഒരാഴ്ചയ്ക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം അജീഷ് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് അജീഷിന്റെയും തീരുമാനം. ശരി രാഹുൽ, അപ്പോൾ അജീഷിന്റെ JCB ഉടനെയൊന്നും വിട്ടുകിട്ടുന്ന ലക്ഷണം കാണുന്നില്ല. ചർച്ചകൾ തുടരുകയാണ്. നിയമത്തിന്റെ നൂലാമാലകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പ്രത്യേകിച്ച് പുരോഗതിയൊന്നും ഉണ്ടായില്ല.